വീണ്ടും ഒരു ഹജ്ജ് കാലം കൂടി എത്തുകയാണ്. ഇത്തവണ 1.25 ലക്ഷം ഹാജിമാരാണ് ഇന്ത്യയിൽ നിന്നും എത്തുന്നത്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും വ്യത്യസ്തമായി നിരവധി സൗകര്യങ്ങൾ ഇത്തവണയും ഹജ്ജിൽ വർദ്ധിപ്പിക്കുകയാണ്. പുതിയൊരു ഹജ്ജ് കാലമെത്തി. അള്ളാഹുവിൻ്റെ അതിഥികളാണ് ഹാജിമാർ. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മക്കയിലേക്കും മദീനയിലേക്കും നീങ്ങിത്തുടങ്ങുകയാണ്. മെയ് അവസാന വാരത്തിലാണ് ഹജ്ജ് കർമ്മങ്ങൾ. ഇതിനു മുന്നോടിയായി മക്കയിലും മദീനയിലുമെത്തി മാനസികമായി ഒരുക്കത്തിന്റെ സമയമാണ്. ഇന്നലെയാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ ഹാജിമാർ മദീനയിലെത്തിയത്. ഇന്ത്യൻ അംബാസഡറും കോൺസുൽ ജനറലും ഉദ്യോഗസ്ഥരും ചേർന്ന് അവരെ സ്വീകരിച്ചു. ഒപ്പം സൗദി ഹജ്ജ് മന്ത്രാലയ സഹമന്ത്രിയും ഉണ്ടായിരുന്നു. 1.25 ലക്ഷം ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിനായി ഇന്ത്യയിൽ നിന്നും എത്തുന്നത്. കഴിഞ്ഞ വർഷം സ്വകാര്യ ഗ്രൂപ്പിലെ ഭൂരിഭാഗം ഹാജിമാർക്കും എത്താൻ സാധിച്ചിരുന്നില്ല. ഇത്തവണ നേരത്തെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സ്വകാര്യ ഗ്രൂപ്പുകാരും മക്കയിലെത്തി തുടങ്ങി. ഹാജിമാരുടെ സേവനത്തിനായി പ്രവർത്തിക്കുക ഹജ്ജ് മിഷനാണ്. ഇന്ത്യൻ എംബസിക്കും കോൺസുലേറ്റിനും കീഴിലാണ് ഇതിന്റെ ഏകോപനം. പശ്ചിമേഷ്യയിലെ സങ്കീർണമായ യുദ്ധ സാഹചര്യത്തിൽ വിമാനങ്ങളുടെ സർവീസ് ഉൾപ്പെടെ പ്രയാസത്തിലാകുമോ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ എല്ലാം വൃത്തിയിൽ പൂർത്തിയായി. We really want to thank the Saudi Hajj Ministry and ഞങ്ങൾ സൗദിയിലെ ഹജ്ജ് മന്ത്രാലയം, അതോടൊപ്പം വിവിധ സർക്കാർ ഏജൻസികൾ എന്നിവരോട് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും ഇതൊരു വെല്ലുവിളി നിറഞ്ഞ സമയമായിരുന്നു. അതിനിടയിൽ സുരക്ഷയും സ്വസ്ഥതയും ഹാജിമാർക്ക് ഉറപ്പാക്കി. ഓരോ ഹാജിക്കും മികച്ചൊരു ഹജ്ജ് കാലം ഞങ്ങൾ ആശംസിക്കുകയാണ്. 1.25 ലക്ഷം ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിന് ഇന്ത്യയിൽ നിന്നും ഉള്ളത്. അവരെ സേവിക്കാനായി കോൺസുൽ ജനറൽ, ഹജ്ജ് കോൺസുൽ സദഫ് എന്നിവർ ഏകോപനവുമായി ഉണ്ടാകും. both through the Hajj committee route and the private operators route, and we in our consulate, my colleagues are here, Consul General Mr. Fahad, Consul Hajj Ms. Sadaf. We are all fully geared up and ready to serve our people. മുൻ വർഷത്തേക്കാൾ ഒരുക്കങ്ങൾ ഇത്തവണയുണ്ട്. ഓരോ വർഷവും മെച്ചപ്പെടുകയാണ് ഹജ്ജിലെ ക്രമീകരണങ്ങൾ. In the Mashar region, what we will see is there will be improved air conditioning facility. ഹജ്ജിന്റെ പുണ്യസ്ഥലങ്ങളിൽ മികച്ച AC സംവിധാനം ഉണ്ടാകും. പഴയ തമ്പിൽ നിന്നും മാറുകയാണ്. ഷൂറാക്കുകൾ, സോഫ, ബെഡ് എന്നിങ്ങനെ വിവിധ സൗകര്യങ്ങൾ ഉണ്ടാകും. ഹാജിമാർക്ക് വഴിതെറ്റിയാലും അവരെ കണ്ടെത്താൻ GPS ഉള്ള വാച്ചുകളും ഹാജിമാർക്ക് നൽകും. In addition to that, Ministry of Minority Affairs has also introduced smartwatches this year with a GPS tracking facility. Hopefully that will also be very useful during the entire Hajj journey. മിനായിൽ ഹാജിമാർക്കുള്ള ഒരുക്കങ്ങൾ കിദാന കമ്പനിക്ക് കീഴിൽ പൂർത്തിയാവുകയാണ്. ഭൂരിഭാഗം തമ്പുകളും കൂടുതൽ ശീതീകരണ സാധ്യതയുള്ള കെട്ടിട സ്വഭാവത്തിലേക്ക് മാറുകയാണ്. മേൽക്കൂര തമ്പ് പോലെ തന്നെ ഭൂരിഭാഗം സ്ഥലത്തും തുടരുന്നുണ്ട്. മഹ്റമില്ലാതെ വരുന്ന തീർത്ഥാടകർക്കായി പ്രത്യേകം സൗകര്യങ്ങൾ ഉണ്ടാകും. ഇതിനു പുറമെ ഹജ്ജിനെത്തുന്ന ഇന്ത്യൻ തീർത്ഥാടകർ എല്ലാ വർഷവും അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട്. അതായത് കവർ നമ്പർ അനുസരിച്ചാണ് റൂമുകൾ അനുവദിച്ചിരുന്നത്. ഇതോടെ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് ഒരേ ഇടത്ത് തുടരേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഇത്തവണ അതുണ്ടാകില്ല. സ്ത്രീ പുരുഷന്മാർക്ക് വെവ്വേറെയാകും റൂമുകൾ. അതേസമയം കുടുംബവുമായി വരുന്നവർക്ക് ഒന്നിച്ചു നിൽക്കാം. Going by our standard practice, all our ladies without mahrams will be accommodated separately in Makkah and Medina. മഹ്റമില്ലാതെ അഥവാ രക്ഷാകർത്താവില്ലാതെ വരുന്ന സ്ത്രീകൾക്ക് പ്രത്യേകം തന്നെയാണ് മക്ക മദീനയിൽ താമസം. അവർക്കായി പ്രത്യേകം ഉദ്യോഗസ്ഥരുണ്ടാകും. മറ്റുള്ളവരിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലരാതെ പ്രത്യേകം റൂമുകൾ നൽകും. കുടുംബത്തിന് ഒരുമിച്ച് നിൽക്കാം. Male and female segregation accommodation, there would be complete segregation of male and female, but the families, the covers will all reside in the same building. അടുത്ത വർഷങ്ങളിൽ കുറെ കൂടി മെച്ചപ്പെട്ട കാലാവസ്ഥയിലാകും ഹജ്ജ്. പക്ഷേ ഇത്തവണയും നല്ല ചൂടുണ്ടാകും. ഇതിനാൽ ആരോഗ്യപരമായും ഹാജിമാർ ശ്രദ്ധ പുലർത്തണം. പരമാവധി നടക്കണം. ഹജ്ജ് മികച്ച ആരോഗ്യമുള്ളവർക്ക് കൂടിയുള്ളതാണ്. അതിനാൽ മുന്നൊരുക്കം കൃത്യമാക്കണം. Particularly for the pilgrims to stay hydrated, for them to get prepared for walking. നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹജ്ജിൽ ഒരുപാട് കായികാധ്വാനമുള്ളതിനാൽ പരമാവധി നടന്നു ശീലിക്കണം. ഇത് നേരത്തെ മുന്നറിയിപ്പായി നൽകിയതാണ്.
അത്തരം അറിയിപ്പുകൾ നൽകുന്നത് തുടരും. Issued and will continue to be issued while they are here in the kingdom as well. ജോലിക്കാരെ ഉദ്ദേശിച്ച് ഇത്തവണ കുറഞ്ഞ കാലാവധിയുള്ള ഹജ്ജ് പാക്കേജ് ഇന്ത്യയും നടപ്പാക്കിയിട്ടുണ്ട്. അതായത് 20 മുതൽ 25 ദിവസങ്ങൾ വരെ ഉള്ളത്. സാധാരണ 1.5 മാസം വരെയുള്ള പാക്കേജാണ് ഉണ്ടാകാറ്. ഈ കാറ്റഗറിയിൽ 10,000 തീർത്ഥാടകരുമുണ്ട്. മക്കയിൽ നമുക്കറിയാം അടുത്ത 30-ാം തീയതി മുതലാണ് ഹാജിമാർ എത്തിത്തുടങ്ങുന്നത്. 30-ാം തീയതി മുതൽ മദീനയിൽ മക്കയിൽ അവസാനത്തെ ഹാജിയും പുറപ്പെടുന്നവരെ KMCCയുടെ മുഴുവൻ വളണ്ടിയർമാരും എല്ലാ അർത്ഥത്തിലും സേവന സജ്ജരായി തയ്യാറായിട്ടുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഹറമിലേക്കുള്ള യാത്രാ സൗകര്യം തയ്യാറാക്കുന്നതിന് വേണ്ടിയും മീനായിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ താമസ സ്ഥലങ്ങളിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് എല്ലാവിധ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയും മക്കയുടെ KMCCയുടെ വളണ്ടിയർമാർ വിവിധ വിങ്ങുകളായി അവർക്ക് വേണ്ട സേവനത്തിന് തയ്യാറായിട്ടുണ്ട്. ഇന്ത്യൻ തീർത്ഥാടകരുടെ സേവനത്തിനായി ഇത്തവണ മലയാളി സന്നദ്ധ സംഘടനകളും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. So this year for the first time, Hajj Committee of India had introduced മഹറമില്ലാതെ അഥവാ രക്ഷാകർത്താവില്ലാതെ വരുന്ന സ്ത്രീകൾക്ക് പ്രത്യേകം തന്നെയാണ് മക്ക മദീനയിൽ താമസം. അവർക്കായി പ്രത്യേകം ഉദ്യോഗസ്ഥരുണ്ടാകും. മറ്റുള്ളവരിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലരാതെ പ്രത്യേകം റൂമുകൾ നൽകും. കുടുംബത്തിന് ഒരുമിച്ച് നിൽക്കാം. arrangement for them in coordination with all the concerned stakeholders. മലയാളി ഹാജിമാരിൽ സ്വകാര്യ ഗ്രൂപ്പുകാരും മക്കയിലെത്തി തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ സംഘം ഈ മാസം 30-ന് മക്കയിലേക്ക് നേരിട്ടെത്തും. നിലവിൽ മക്കയിലേക്ക് പ്രവേശന വിലക്ക് പ്രാബല്യത്തിലാണ്. ഹജ്ജ് തീരും വരെ മക്ക പെർമിറ്റോ ഹജ്ജ് പെർമിറ്റോ ഇല്ലാത്തവർക്ക് മക്കയിലേക്ക് പ്രവേശനമുണ്ടാകില്ല.